നമ്മൾ സാധാരണ ഒരു സ്കൂൾ വെക്കേഷനാണല്ലോ, വെക്കേഷനൊക്കെ സാധാരണ എത്തിക്കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഗ്രഹാതുരത്വം ഫീൽ ചെയ്യുന്നൊരു പാട്ട് ഏതാണെന്ന് പറയുക. നമ്മൾ സോൾട്ട് മാംഗോ ട്രീയിലെ പാട്ടാണ് ആ പാട്ട് എങ്ങനെ എത്തിയതെന്ന്? അത് ആക്ച്വലി അത് ലിറിക്സ് എഴുതിയിട്ട് കമ്പോസ് ചെയ്തതാണ്. ലിറിക്സ് എഴുതിയത് എൻ്റെ അങ്കിളാണ്, അസ്ലം എന്ന് പറഞ്ഞ അസ്ലം മാമയാണ് ലിറിക്സ് എഴുതിയത്. അങ്ങനെ ലിറിക്സ് എഴുതി നമ്മൾ കമ്പോസ് ചെയ്ത് വെച്ചു. കമ്പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനപ്പം നിരന്തരം ഇങ്ങനെ സംവിധായകരെ സമീപിക്കുന്നുണ്ട്. മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള അവസരം തേടി രാജേഷ് നായർ, സൗൾട്ട് മാംഗോ ട്രീൻ്റെ സംവിധായകൻ്റെ അടുത്തെത്തി. അങ്ങനെ രാജേഷ് ചേട്ടനാണ് ഈ ട്രാക്ക് കേട്ടിട്ട് നമുക്കിങ്ങനെ ഒരു സിനിമയുണ്ട് ഷാം, ഈ സിനിമയിൽ നമുക്ക് ഈ സോങ് യൂസ് ചെയ്യാം. അങ്ങനെയാണ് പിന്നെ ആ സിനിമേന്റെ സംഗീത സംവിധായകനായി മാറുന്നത്. ആണല്ലേ? ആദ്യത്തെ പടം ശരിക്കും അതാണോ? അതാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം. സോൾട്ട് മാംഗോ ട്രീ ശരിക്കും ഈ പാട്ടുകൾ റിലീസ് ചെയ്യുന്ന മുമ്പ് ബിജുബാലേട്ടനാണ് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചത്. അങ്ങനെ ബിജയേട്ടനും എൻ്റെ അടുത്ത് പറഞ്ഞു, ഷാവ് നല്ല സോങ്സ് ആണ്, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. അവിടെ നിന്നാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പാട്ട് പാടുന്നതാണോ കമ്പോസ് ചെയ്യുന്നതാണോ എളുപ്പം? കമ്പോസ് ചെയ്യുന്നത് ഒരു ചലഞ്ചാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യുക, അതിൻ്റെ ഡയറക്ടറിനെ ഹാപ്പി ആക്കുക, പ്രൊഡ്യൂസറിനെ ഹാപ്പി ആക്കുക, ഓഡിയൻസ് ആ സോങ്സ് കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുക, അതൊക്കെ ഒരു കമ്പോസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടിയാണ്. കമ്പോസിങ് സിംഗിങ്ങും അതേ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി കമ്പോസിങ് ആണ്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി, ഒരു ചലഞ്ചുമാണ്. ഞാൻ ശ്രദ്ധിച്ചത് കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് ശ്രദ്ധിക്കുന്നത് ഷാമിൻ്റെ എല്ലാ പാട്ടുകളും, ഇപ്പോൾ നമ്മൾ മലയാളത്തിലെ പാട്ടുകൾ നോക്കുന്നില്ല, നാനിയുടെ പടത്തിലെ പാട്ട് ഭയങ്കര ഫീലുള്ള പാട്ടുകളാണ്. അതുപോലെ ഇപ്പോൾ ഹിന്ദിയിൽ പാട്ട് ചെയ്യും, അത് നല്ല സാധനമാണ്. തമിഴിൽ ഖുഷിയിലെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അതും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തൊരു പാട്ടാണ്. അർജുൻ്റെ ഒരു പടമാണ്, അതും നല്ല രസമാണ്. അപ്പം നമുക്ക് ഈ ചോയ്സ് ആരെയാണ് ശരിക്കും? ഡയറക്ടറിന്റെ ഡിസിഷൻ. അതല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഡെമോ ചിലപ്പം പലതായിരിക്കും, 4-5 പാട്ടുകൾ ഉണ്ടാക്കും ഒരേ സിറ്റുവേഷന്. ചൂസ് ചെയ്യുന്ന ഡയറക്ടറിന്റെ കഴിവാണ്. എപ്പോഴും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ച സാധനം, ഈ ഖുഷിയിലെ ഒരു പാട്ടുണ്ടല്ലോ, എൻ റോജാനിയ, അത് ശരിക്കും ട്രിബ്യൂട്ടായിട്ട് എടുത്തതാണോ? അല്ല, അത് അങ്ങനെ ആയി തീർന്നതാ. അപ്പം ഇൻഫാക്ട് ഞാൻ കമ്പോസ് ചെയ്തു ഈ സാധനം കമ്പോസ് ചെയ്തതിന് ശേഷമാണ് ശിവ ഈ ഫുൾ ലിറിക്സ് എഴുതിയത്. പക്ഷെ നമുക്ക് അങ്ങനെയാണെങ്കിൽ റഹ്മാൻ സാറിന്റെ ഈ മണിരത്നമിന്റെ പാട്ടുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തു കൂടെയുണ്ട്. അങ്ങനെയാണ് പിന്നെ ആ സോങ് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.